ആളുകൾക്ക് മാറ്റമുണ്ടാവുക എന്നുള്ളത് വളരെ വളരെ അപൂർവമാണ്. അതിനാലാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് മന്ദഭക്തർക്ക് ഒരിക്കലും ചേഞ്ച് ഉണ്ടാവില്ല, വിവരമുണ്ടാവില്ല എന്ന്. എന്നാൽ ചില സംഭവങ്ങൾ കാണുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഉണ്ടാവുന്നത്. നമ്മുടെ രാജ്യം നന്നാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന വലിയ പ്രതീക്ഷ. എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഒരിക്കലും നന്നാവില്ലെന്ന് നമ്മൾ കരുതുന്ന ഒരാൾക്കുണ്ടായ ഒരു വലിയ ചേഞ്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒരു പരിപൂർണ വിഡ്ഢിയിൽ നിന്ന്, ഒരു പമ്പര വിഡ്ഢിയിൽ നിന്ന് വിവേകമുള്ളവനായി മാറിയ ഒരു യുവാവിന്റെ കഥ. എനിക്ക് 100% ഉറപ്പാണ് നിങ്ങളിൽ 99% പേരും ഈ സംഭവം കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ പരിപൂർണ മന്ദഭക്തന് ഉണ്ടായ വലിയ ചേഞ്ച്, രാജ്യത്തിന് പ്രതീക്ഷയുണ്ട് എന്ന് കാണിക്കുന്ന വലിയ ചേഞ്ച് നമുക്ക് വ്യക്തമായി കാണാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിനു മുൻപ് മറ്റൊരു യുവാവിന് മനംമാറ്റമുണ്ടായ കാര്യം ഞാനൊരു വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു. എന്നാൽ അവനേക്കാൾ വലിയ മന്ദഭക്തനായിരുന്ന ഒരുവനാണ് ഈ മാറ്റം വന്നത് എന്ന് പറയുമ്പോൾ എനിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാവുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു യുവാവാണ് ഇവൻ. BJPയുടെ ആക്റ്റീവ് പ്രവർത്തകനായിരുന്നവൻ. ആദ്യം 2024 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് അവനോട് ഒരു പത്രപ്രവർത്തകൻ ചോദ്യം ചോദിക്കുന്നത് കേൾക്കാം. इसके लिए जरूरी क्या है? युवाओं के हाथ में रोजगार होना चाहिए, सबसे पहले मंदिर बनना चाहिए मस्जिद को खोद के. ഇവിടെ ലേഖകൻ ചോദിക്കുന്നത് രാജ്യത്തിന് എന്താണ് വേണ്ടത്? യുവാക്കൾക്ക് തൊഴിലാണോ വേണ്ടത്, അതോ മസ്ജിദിനടിയിൽ മാന്തി ക്ഷേത്രം നിർമ്മിക്കുകയാണോ വേണ്ടത് എന്നാണ്. സാധാരണ മനുഷ്യനായിട്ടുള്ള ഏവരും പറയും യുവാക്കൾക്ക് തൊഴിലാണ് വേണ്ടത് എന്ന്. എന്നാൽ ഇവൻ പറയുന്ന മറുപടി കേട്ടുകൊള്ളൂ. എന്തുകൊണ്ടാണ് തൊഴിൽ വേണ്ടത്? തൊഴിൽ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണ്? തൊഴിൽ നൽകുന്നവനാകുക. ഇതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഇവൻ യാതൊരു തൊഴിലും ഇല്ലാത്തവനാണ് എന്നുള്ളതാണ്. തുടർന്ന് പറയുന്നത് കേട്ടുകൊള്ളൂ. छोटी सोच क्यों रखते हो? नौकरी देने वाला बनो. अरे भैया तुम क्या काम करते हो? एक मिनट तुम क्या काम करते हो? काम क्या करते हो? तुम बेरोजगार हो या काम करते हो कुछ? हम काम नहीं करते, हम हिंदुओं को जगाने वाला काम करते हैं. ചെറിയ ചെറിയ ചിന്തകൾ മാറ്റിവെച്ച് തൊഴിൽ നൽകുന്നവൻ ആയി മാറൂ. അപ്പോൾ അടുത്തു നിൽക്കുന്ന ആൾ ചോദിക്കുകയാണ്, അല്ലയോ സഹോദര, നിങ്ങൾ എന്തു തൊഴിലാണ് ചെയ്യുന്നത് എന്ന്. നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? എന്തു ജോലിയാണ് ചെയ്യുന്നത്? നീ തൊഴിൽ രഹിതൻ ആണോ, അതെയോ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല. എന്തെങ്കിലും ജോലി വന്നാൽ ചെയ്യും. ഇനിയാണ് ഇത്തരത്തിലുള്ള ഒരുത്തിന് വന്ന മാറ്റം കാണേണ്ടത്. ഇത് വേറൊരു മാധ്യമ പ്രവർത്തകൻ അവനെ ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. അവന്റെ മുഖഭാവത്തിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ വസ്ത്രധാരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാവും ആൾ വലിയ ഭക്തനും ആയി മാറിയിരിക്കുകയാണ് എന്ന്. യഥാർത്ഥ ഭക്തൻ. മുമ്പ് അന്ധഭക്തനായിരുന്നു, ഇപ്പോൾ യഥാർത്ഥ ഭക്തൻ, യഥാർത്ഥ ദൈവവിശ്വാസി. അവൻ പറയുന്നത് കേൾക്കാം. मतलब पहले अनभक्त था, लेकिन अब अनभक्त नहीं हुआ. बिल्कुल, कुछ भी हो जाए, कितना भी हो जाए, मैं बुराई नहीं करता था मोदी जी का. ये मोदी जी का कोई बुराई करता था मैं गुस्सा हो जाता था, लेकिन अब नहीं. जब गलत करेगा. ज्ञान प्राप्ति कहाँ से हो गई आपको? ज्ञान की प्राप्ति कहाँ से हुई? बस राम जी के कृपा से हो गया. ഞാൻ ആദ്യം അന്ധഭക്തനായിരുന്നു, ഇപ്പോൾ അല്ല. അപ്പോൾ ലേഖകൻ ചോദിക്കുകയാണ്, നീ മുൻപ് അന്ധഭക്തനായിരുന്നോ എന്ന്. പരിപൂർണമായി അന്ധഭക്തനായിരുന്നു. എന്ത് സംഭവിച്ചാലും എന്തൊക്കെ ദോഷമുണ്ടായാലും ഞാൻ മോദിക്കെതിരെ ഒന്നും പറയുകയില്ലായിരുന്നു. മോദിക്കെതിരെ ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വലിയ കോപം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ലേഖകൻ ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് വിവേകം ലഭിച്ചത് എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് വിവേകം ഉദിച്ചത് എന്ന്. രാമന്റെ കൃപ കൊണ്ടാണ് എനിക്ക് വിവേകം ഉദിച്ചത്. അത് വളരെ ശരിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം കാവ്യവസ്ത്രവും രുദ്രാക്ഷവും അണിഞ്ഞ് യഥാർത്ഥ ഭക്തൻ, യഥാർത്ഥ രാമഭക്തനായി മാറിയിരിക്കുകയാണ് എന്ന് നമുക്ക് വ്യക്തമായി കാണാം. കാവ്യെടുത്ത കള്ളസന്യാസി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അജയ് ബിഷ്നെ പോലെയുള്ള കള്ളഭക്തൻ അല്ല, യഥാർത്ഥ രാമഭക്തൻ. ഇനി തുടർന്ന് പറയുന്നത് കേൾക്കാം. आंखें खुल गई, अब आंखें खुल गई. बड़ी खुशी हुई. ये आज तक मोदी जी की बुराई नहीं सुन सकते थे, लड़ने को तैयार रहते. पर बिल्कुल. मैं ऐसा क्या हो गया कि आप? मैं 2014 में चाय वाला बन के बीजेपी का पूरा प्रचार किया. 2019 में मैं भी चौकीदार बन के पूरा बीजेपी का प्रचार किया. 2024 में मैं मोदी का परिवार बन के पूरा प्रचार किया. ഇപ്പോൾ എന്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അടുത്തു നിൽക്കുന്ന ആ അമ്മാവനും ഇത് സമ്മതിക്കുകയാണ്.
വലിയ അത്ഭുതമാണ് സംഭവിച്ചത്. ഇവൻ ഇന്നുവരെ മോദിയെക്കുറിച്ച് ആരെങ്കിലും എതിർത്ത് പറയുന്നത് കേൾക്കാൻ കഴിവില്ലാത്തവനായിരുന്നു. അങ്ങനെ പറയുന്നവരോട് വഴക്കുണ്ടാക്കിയിരുന്നു. അത് ശരിയാണോ എന്ന് ലേഖകൻ അവനോട് ചോദിക്കുമ്പോൾ പൂർണ്ണമായും ശരിയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ലേഖകൻ ചോദിക്കുന്നു. അവൻ പറയുകയാണ്, ഞാൻ 2014 ചായക്കടക്കാരനായി BJPക്ക് വേണ്ടി വലിയ പ്രചാരണം നടത്തി. 2019 ഞാനും ചൗക്കീദാറാണ് അല്ലെങ്കിൽ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞ് എല്ലായിടത്തും BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. 2024 ഞാൻ മോദിയുടെ കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തി. ഓർക്കണം, 2014 താൻ ചായക്കടക്കാരനാണ് എന്ന് മുദ്രാവാക്യം ഉയർത്തിയാണ് താൻ സാധാരണക്കാരനാണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടി മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. 2019 ആയപ്പോൾ അത് രാജ്യത്തിന്റെ കാവൽക്കാരനാണ് എന്ന പേരിൽ ഞാൻ ചൗക്കീദാറാണ്, കാവൽക്കാരനാണ് എന്ന് പറഞ്ഞാണ് മോദി പ്രചാരണം നടത്തിയത്. ഈ കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോദി കാ പരിവാർ, എല്ലാവരും മോദിയുടെ കുടുംബമാണ് എന്ന് പറഞ്ഞാണ് BJP മോദി പ്രചാരണം നടത്തിയത്. അതേപോലെ തന്നെയാണ് അതേ മുദ്രാവാക്യങ്ങൾ അക്ഷരം പ്രതി നടപ്പിലാക്കിയാണ് ഇവൻ BJPക്ക് വേണ്ടി കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണം നടത്തിയത് എന്ന് ഓർക്കണം. അതും ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ഭൂലോക മന്ദഭക്തൻ ആയിരുന്നവൻ. लेकिन अब नहीं करूंगा, बिल्कुल नहीं करूंगा। गलत जो होगा उसका विरोध करूंगा, सही जो होगा उसका समर्थन करूंगा। പിന്നീട് പറയുകയാണ്, ഇനി ഞാൻ ഒരിക്കലും BJPക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ പ്രചാരണം നടത്തുകയില്ല. തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായി എതിർക്കും. ആരാണോ ശരി ചെയ്യുന്നത് അവരെ പിന്തുണയ്ക്കും. പൊതുവിൽ ആളുകൾ വിചാരിക്കുന്നത് മനുഷ്യർക്ക് നല്ലവരായി തീരാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നായിരിക്കും. എന്നാൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ മാറണം എന്ന്, നന്നാകണമെന്ന് ആഗ്രഹം ഉള്ളവരിൽ പോലും 10% ആളുകൾ മാത്രമേ നന്നാവുകയുള്ളൂ. അതിന്റെ ചില കണക്കുകൾ കണ്ടുകൊള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 മുതൽ 19% പേർ മാത്രമേ ദീർഘകാല അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ ചേഞ്ചുകൾ വരുത്തുകയുള്ളൂ. റെസൊല്യൂഷൻ എടുക്കുന്നവരിൽ ഏതാണ്ട് 10% പേർ മാത്രമേ അത് പാലിക്കാറുള്ളൂ. ജീവൻ മരണ സാഹചര്യം വന്നാൽ പോലും വെറും 11% പേർ അല്ലെങ്കിൽ 9-ൽ ഒരാൾ മാത്രമേ നന്നാവുകയുള്ളൂ. ഇനി കള്ളു കുടിച്ചാൽ താൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർ 100 പേരോട് പറഞ്ഞാൽ അതിൽ 89 പേരും വീണ്ടും കള്ളുകുടിച്ച് മരിച്ചു പോവുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇത്തരത്തിൽ ഒരാൾക്ക് ഇത്ര വലിയ മാറ്റമുണ്ടായത് അത്ഭുതം തന്നെ. ഓർക്കണം, സോഷ്യൽ മീഡിയയിലും നമ്മുടെ വീഡിയോയുടെ അടിയിലും വന്ന് കമന്റ് ഇടുന്ന മന്ദഭക്തന്മാർ ഇവന്റെ 10-1 പോലും ആവേശമുള്ളവർ അല്ല. അങ്ങനെയുള്ള ഇവന്റെ പോലും കണ്ണു തുറന്നിരിക്കുന്നു. പക്ഷേ എല്ലാ മന്ദഭക്തർക്കുമായി ഒരു സത്യസന്ധമായ ആശ്വാസവാക്ക് ഞാൻ പറയാം. നിങ്ങൾ മാറണമെന്ന് പൂർണ്ണമായി സ്വയം തീരുമാനിച്ചുറപ്പിച്ച് കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് ഓരോ പ്രാവശ്യവും ചെക്ക് ചെയ്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുകൊണ്ട് നന്നാകണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും സംഖ്യകൾ ഉണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?